വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസ്. അതെ, ആ കേസുമായി ബന്ധപ്പെട്ട് റാപ്പർ വേടന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ എന്തായാലും പുലിപ്പല്ല് ലോക്കറ്റാക്കി നൽകിയ വിയ്യൂരിലെ സ്വർണ്ണപ്പണിക്കാരന്റെ പക്കൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനാണ് ഇന്നത്തെ വനവകുപ്പിന് നീക്കമുണ്ടാവുക. അതിന്റെ വിവരങ്ങളുമായി നിതിൻ അംബുജനാണ് ചേരുന്നത്. അല്ലേ? അതെ നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട ഇന്ന് എന്തൊക്കെ നീക്കങ്ങളാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുക? എന്തൊക്കെ കൂടുതൽ വിവരങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? ക്രിസ്റ്റീന പ്രജിൻ, ഗുഡ് മോർണിംഗ്. പെരുമ്പാവൂർ കോടതി കഴിഞ്ഞ ദിവസമാണ് വേടനെ 2 ദിവസത്തെ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. അതിനുശേഷം വേടൻ കണിയാമ്പുഴയിൽ താമസിച്ചിരുന്ന ഫ്ളാറ്റിലെത്തി ഏതാണ്ട് അരമണിക്കൂർ നീണ്ട തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇന്ന് വിയ്യൂരിലെ ജ്വല്ലറിലെത്തിയാകും തെളിവെടുപ്പ് നടത്തുക. നമുക്കറിയാം, നേരത്തെ തന്നെ വിയ്യൂരിലെ ജ്വല്ലറിൽ നിന്നാണ് പുലിപ്പല്ലിൽ ലോക്കറ്റ് പണിതെന്ന് നേരത്തെ വനംവകുപ്പ് കണ്ടെത്തിയിരുന്നു. അത്തരമൊരു മൊഴി വേടനും നൽകിയിരുന്നു. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ രാവിലെ വിയ്യൂരിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തെളിവെടുപ്പ് നടത്തുക. അതേസമയം തന്നെ 8 മാസം മുൻപ് പുലിപ്പല്ലിൽ ലോക്കറ്റ് പണിയാൻ എത്തുമ്പോൾ വേടൻ ഉണ്ടായിരുന്നില്ല എന്നാണ് ജ്വല്ലറി ഉടമ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, അത് പുലിപ്പല്ലാണെന്ന് അറിയാതെയാണ് താൻ ലോക്കറ്റ് പണി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് വാങ്ങാൻ വേണ്ടി വന്ന സംഘത്തിൽ വേടനും ഉണ്ടായിരുന്നു. 1000 രൂപ നൽകിയെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ജ്വല്ലറി ഉടമ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ മൊഴി വളരെ ഗൗരവത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം കാണുന്നത്. കാരണം ഇത് പുലിപ്പല്ലാണെന്ന് സ്ഥിരീകരിച്ചതിന് പിന്നാലെ തന്നെ വേടനെ ജാമ്യം നിഷേധിക്കുകയും അതിനുശേഷം 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിടുകയും ചെയ്തിരുന്നു. എന്തായാലും വേടന്റെ ജാമ്യം ഇനി അടുത്ത മാസം 2-ാം തീയതി, അതായത് മറ്റന്നാൾ വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അതിനിടയിൽ പരമാവധി വേഗത്തിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നീക്കം. അതോടൊപ്പം തന്നെ വേടൻ ഇത് നൽകിയത് രഞ്ജിത്ത് കുമ്പടിയാണെന്നാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. പക്ഷേ തനിക്ക് രഞ്ജിത്ത് കുമ്പടി അറിയില്ല എന്നാണ് വേടനും വ്യക്തമാക്കുന്നത്. എന്തായാലും രഞ്ജിത്ത് കുമ്പടിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും നടക്കുന്നത്. രഞ്ജിത്ത് കുമ്പടിക്ക് ഇത് എവിടെ നിന്ന് കിട്ടി, ഇത് ആര് കൈമാറി, ഇനി മൃഗവേട്ട നടത്തി രഞ്ജിത്ത് കുമ്പടി ഇത് കൈവശം വെച്ചതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വനംവകുപ്പ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും രഞ്ജിത്ത് കുമ്പടി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വനംവകുപ്പിന്റെ ഭാഗത്ത് ഒരു വശത്ത് നടക്കുന്നുണ്ട്. കഞ്ചാവ് കേസിൽ നമുക്കറിയാം, കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് കഞ്ചാവ് കേസിൽ വേടനെ അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷമാണ് പിന്നീട് പുലിപ്പല്ല് കേസ് വേടനെ കുരുക്കായി മാറിയതും ഇപ്പോൾ വനംവകുപ്പിന്റെ കസ്റ്റഡിയിലുള്ളത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ വിയ്യൂരിലെ ജ്വല്ലറിലെത്തി തെളിവെടുപ്പ് നടത്താനാണ് വനംവകുപ്പിന്റെ നീക്കം. ക്രിസ്റ്റീന പ്രജിൻ. ശരി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഡബിൾ കുരുക്കാണല്ലേ വേടന്? അതെ, പുലിപ്പല്ല് കേസ് കുറച്ച് പെടാപ്പാടാണ്. രീതിയിൽ സ്ട്രോങ് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഇപ്പം സുഹൃത്തിനെയൊക്കെ കയ്യിൽ കിട്ടിയാൽ മാത്രമാണ്, കസ്റ്റഡിയിൽ കിട്ടിയാൽ മാത്രമാണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതിയും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുക എന്നാണ് വനവകുപ്പ് പറയുന്നത്.